ഒരു ശനിയാഴ്ച വീണ്ടും വന്നെത്തി സുഹൃത്തുക്കളെ. ഞങ്ങളത് ഡാൻസ് ക്ലാസ്സിലേക്ക് പോവുകയാണ്. ഞങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രെസ് റിലീവ് ഏരിയയാണ് ഡാൻസ് ക്ലാസ്. ഡാൻസ് കളിക്കുമ്പോൾ കാര്യം ഞങ്ങളുടെ പല ഭാഗങ്ങളും പല നട്ട്സും ബോട്ടും ഒക്കെ ഊരി വീഴുമെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള റിലാക്സേഷനാണ് ഏറ്റവും സൂപ്പർ റിലാക്സേഷൻ. അത് നിങ്ങൾ കണ്ടുല്ലോ. ഇതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ റിലാക്സ് മൊമെൻറ്റ്. ഈ കൂടിയിരുന്ന് വർത്താനം പറയുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു സുഖം. അത് ഞങ്ങളിരുന്നിട്ടിങ്ങനെ തകർക്കും. ക്ലാസ്സിൽ പോയാൽ പല പ്രോഗ്രാമിലുള്ള പ്രാക്ടീസുകൾ അവിടെ നടക്കും. അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങളുടെ വർത്തമാനവും കുടുംബശ്രീ മീറ്റിങ്ങും നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഒരു റീൽ എടുക്കാം നമുക്ക്, ബിഫോർ ഡാൻസ് ക്ലാസ് ആൻഡ് ആഫ്റ്റർ ഡാൻസ് ക്ലാസ്. അപ്പം അതിനൊന്ന് ആക്ട് ചെയ്യാൻ പറഞ്ഞു. എൻ്റെ ഫ്രണ്ട്സ് അഭിനയിച്ച് ഓവറാക്കി ചളകൊളമാക്കിയിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപാര ആക്ടിങ് ആയിപ്പോയി. അങ്ങനെ ആ റീല് ചളകൊളമായി, അത് വേണ്ടാന്ന് വെച്ചു. അതിനുശേഷം ഞങ്ങൾ പാനിപൂരി പാർട്ടിയാണ്. ഈ പാനിപൂരി പാർട്ടി നമ്മുടെ ബോബിയുടെ വകയാണ് കേട്ടോ. ബോബി ഞങ്ങളുടെ ഗ്രൂപ്പിലെ പുതിയ പഠനമാണ്. പാവം ഇന്നത് പുതിയ വാച്ച് കെട്ടിക്കൊണ്ട് വന്നു. അതാണ് ബോബി ചെയ്ത തെറ്റ്. പുതിയതല്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കുറേ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചു. ഞങ്ങൾ വിടും. ഞങ്ങൾ എവിടെ ഭക്ഷണമുണ്ടോ, എങ്ങനെ കിട്ടണോ ഭക്ഷണം, എങ്ങനെ കിട്ടാൻ മാർഗം എന്ന് നോക്കി നിൽക്കുന്ന ആൾക്കാർ ഞങ്ങൾ ഉടനെ തന്നെ ഒരു ട്രീറ്റ് പ്രഖ്യാപിച്ചു. അങ്ങനെ ഞങ്ങൾ പാനിപൂരി കഴിക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ബോബി അത് അവിടെ നിന്ന് ഓർഡർ ചെയ്യാണ്. ഇതാണ് നമ്മുടെ ബോബി. ബോബി ഓർഡർ ചെയ്തതിന് ശേഷം ഞങ്ങൾ ഓരോരോ പ്ലേറ്റുകൾ മാറി മാറി വയറ്റിൽ കൊക്കപ്പുഴു ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് തന്നെ സംശയം തോന്നുന്ന രീതിയിൽ ഞങ്ങൾ തന്നെ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഡാനിമോൾക്ക് ഒരു ഫോൺ വന്നത്. വേറെ എവിടെയോ ഭക്ഷണം ഉണ്ടെന്ന്. കേട്ട പാതി കേൾക്കാത്ത പാതി ഉള്ളതും വിട്ട് ഡാനി ഓടി അവനവൻ്റെ വണ്ടിയിൽ വലിഞ്ഞു കയറി. പക്ഷെ പോകാൻ പേടി. ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കണ കാരണം ആൾക്കിട്ട് പാര വെച്ചാലോ വെച്ചിട്ട് ഞങ്ങൾ പോണ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മുടെ ഡാനി മോള്.